ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ മലയാള സിനിമ കളങ്കാവൽ ഡിസംബർ 5 വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുക്കുന്നത്. മമ്മൂട്ടി, വിനായകൻ എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ഈ സിനിമ നവാഗതനായ ജിതിൻ കെ ജോസാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ജിഷ്ണു ശ്രീകുമാർ, ജിതിൻ കെ ജോസ് എന്നിവർ ചേർന്ന് തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ ഗായത്രി അരുൺ, രജീഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ, ധന്യ അനന്യ, അബി സുഹാന, നിസ, ത്രിവേദ, സ്മിത, അനുപമ, സിന്ധു വർമ്മ, വൈഷ്ണവി സായികുമാർ, മാളവിക, മോഹനപ്രിയ, സിദ്ധി ഫാത്തിമ, സീമ, കബനി, ദിയ, അമൃത, മുല്ലൈ അരസി, കാതറൻ മരിയ, മേഘ തോമസ്, ബിൻസി എന്നിങ്ങനെ മമ്മൂട്ടിയുടെ നായികമാരായി 21 താരങ്ങളാണ് അണിനിരക്കുന്നത്. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലർ സിനിമയായിരിക്കും എന്ന് തന്നെ ഉറപ്പുള്ള ഈ സിനിമയ്ക്ക് കേരളത്തിലും ആഗോളതലത്തിലും അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തിങ്കളാഴ്ച രാവിലെ 11:11 ആരംഭിച്ച ബുക്കിംഗ് തിങ്കളാഴ്ച രാത്രി ക്ലോസ് ചെയ്തപ്പോൾ 70 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. അതേസമയം ഇന്നലെ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെ ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ 87 ലക്ഷം രൂപയിൽ എത്തിച്ചേർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി 10 മണിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1114 ഷോകളിലായി 60,375 ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ടപ്പോൾ 1,01,00,000 രൂപയാണ് കേരളത്തിൽ പ്രീസെയിൽ കളക്ഷനായി സ്വന്തമായിട്ടുള്ളത്. ഇന്നലെ രാത്രി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വേൾഡ് വൈഡ് പ്രീസ് കളക്ഷനായി 1,54,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ബുധൻ, നാളെ വ്യാഴം എന്നിങ്ങനെ 2 ദിവസം ബാക്കി നിൽക്കെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ ഈ സിനിമയ്ക്ക് മികച്ച തുടക്കം നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ധനുഷ് നായകനാകുന്ന ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണ് തേരെ ഇഷ്ക് മേ. ആനന്ദൽ റായ് സംവിധാനം ചെയ്ത ഈ സിനിമ നവംബർ 28 വെള്ളിയാഴ്ചയായിരുന്നു തിയേറ്ററിലെത്തിയിരുന്നത്. ഒരു റൊമാന്റിക് മ്യൂസിക് എന്റർടൈനർ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ കൃതി സനോൻ, പ്രകാശ് രാജ് എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. നിലവിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിക്കപ്പെടുന്നത് ഈ സിനിമയ്ക്ക് തന്നെയാണ്. ചിത്രം വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 4,20,00,000 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. അതേസമയം ആദ്യം 3 ദിവസം കൊണ്ട് ഹിന്ദി മേഖലയിൽ നിന്ന് മാത്രം 58 കോടി രൂപ ഈ സിനിമ നേടിയെടുത്തിരുന്നു. 3 ദിവസത്തെ വിദേശ കളക്ഷൻ 6,05,00,000 രൂപയുമായിരുന്നു. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 68,25,00,000 രൂപയായിരുന്നു ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിരുന്നത്. 4-ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 11,25,00,000 രൂപ നേടിയെടുത്തിരുന്നു. അങ്ങനെ 4 ദിവസം കൊണ്ട് 79,50,00,000 ലോകമെമ്പാടുമായി നേടിയെടുത്ത ഈ സിനിമ 5-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച 15 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 95 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ മികച്ച ഹോൾഡ് നിലർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ ദിജിത് അയ്യത്താണ് സംവിധാനം ചെയ്ത് നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, അശോകൻ, വിനീത്, നരയൻ, ബിനു പപ്പു, ബിയാന മോമിൻ, സൗരവ് സച്ദേവ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 11-ാം ദിവസമായ തിങ്കളാഴ്ച കേരളത്തിൽ 80 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. ആദ്യ 11 ദിവസം കൊണ്ട് 18,15,00,000 കേരളത്തിൽ സ്വന്തമാക്കിയ സിനിമ 12-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 70 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 12 ദിവസം കൊണ്ട് 18,95,00,000 രൂപയിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നൽകുന്നത്. 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 30 കോടി റേഞ്ചിലും ഈ സിനിമ എത്തിച്ചേർന്നിട്ടുണ്ട്. നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ് നായകനായി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത ഈ സിനിമ 11-ാം ദിവസമായ തിങ്കളാഴ്ച കേരളത്തിൽ 8,10,10,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ആദ്യ 11 ദിവസം കൊണ്ട് 5,18,00,000 രൂപയായിരുന്നു ഈ സിനിമയുടെ കേരള കളക്ഷൻ. 12-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 7 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 5,25,00,000 റേഞ്ചിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ 8.5-9 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി കഴിഞ്ഞ മലയാള സിനിമയാണ് DSC. ഈ സിനിമ തിങ്കളാഴ്ച വരെയുള്ള 32 ദിവസം കൊണ്ട് കേരളത്തിൽ 37,65,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തത്. 33-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 1.5 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 33 ദിവസം കൊണ്ട് കേരളത്തിൽ 37,67,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 82,20,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.